അണ്ടർവെയർ ഡോണും സ്മഗ്ലറുമായ ബിഗ് ബുൾ അണ്ടർവെയറിൽ ഓട്ട വീണു എന്ന് പറഞ്ഞ് ഏതോ അപ്പാവികളെ അടിച്ചു തൂറ്റിക്കൊണ്ട് ചിരിക്കുമ്പോൾ പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്നു. ബിഗ് ബുള്ളിന് ബ്രെയിൻ ട്യൂമറാണത്രേ. ഇനി 3 മാസം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർ പറയുന്നു. അപ്പോഴാണ് പുലിമുരുകനിലെ കഞ്ചാവ് രാമയ്യ ഒരു ഐഡിയയുമായി വരുന്നത്. കഞ്ചാവ് അരച്ച് ഗോമൂത്രത്തിൽ ചാലിച്ചു കുടിച്ചാൽ ബ്രെയിൻ ട്യൂമർ മാറുമത്രേ. മൂത്രം ഞമ്മക്ക് ഹറാമാണെന്ന് കാള പറഞ്ഞപ്പോൾ രാമയ്യ മറ്റൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. റെഡ് ബുള്ളിന്റെ മെമ്മറി മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റാമത്രേ. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയെ കാളയുടെ മെമ്മറി 3000 TB ഉണ്ട്. അതുകൊണ്ട് ചെറിയ മെമ്മറി ഉള്ള ആൾക്കാരെ ഒന്നും പറ്റിയില്ല. അങ്ങനെ കഞ്ചാവ് രാമയ്യ ഇതിനായി ഹൈദരാബാദിലുള്ള 5000 TB സ്റ്റോറേജ് ഉള്ള ശങ്കരനെ തിരഞ്ഞെടുക്കുന്നു. 10 തലയാ, തനി വെടലൻ. ആ തലയിൽ ഒരു USB പോർട്ടുമുണ്ട്. ശങ്കരൻ വലിയ ക്ലബ്ബുകളിലൊക്കെ മോഷണം നടത്തുന്ന പ്രൊഫഷണൽ തുരപ്പനാണ്. അവൻ ഡൽഹിയിൽ നിന്നെത്തിയ ജന്നത്ത് എന്ന പെൺകുട്ടിയുമായി ചെറിയ ഡിങ്കോൾഫിക്കേഷൻ. ശങ്കരനെ മോഷണം കാരണം അവളുടെ ജോലി കഥം. പിന്നീട് ശങ്കരനൊപ്പം കൂടി പെണ്ണും മോഷണങ്ങൾ നടത്തുന്നു. ഇതിന്റെ ഇടയിൽ നരുന്ത് പോലത്തെ ശങ്കരനെ പിടിക്കാൻ കാളയുടെ ആളുകൾ നോക്കുന്നുണ്ടെങ്കിലും എല്ലാം തൂറ്റിപ്പോകുന്നു. ഈ ഉണ്ണാക്കന്മാരെ കൊണ്ടൊന്നും നടക്കില്ലെന്ന് മനസ്സിലായ കാള ഇന്ത്യയിലെത്തി ശങ്കരനെ പിടിച്ച് ലാബിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് കഞ്ചാവ് രാമയ്യ കാളയുടെ ബ്രെയിനിലെ 3000 TB ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. പകുതിയായപ്പോൾ പോലീസ് വന്ന് ട്രാൻസ്ഫർ ഫെയിലാക്കുന്നു. രാമയ്യ ബ്ലൂടൂത്ത് വഴിയാണ് സെൻഡ് ആക്കുന്നത്. അത് അങ്ങനെ ഒരു കൊണ പറഞ്ഞ് ശങ്കരനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നു. പോകുന്ന വഴിക്ക് കാള വന്ന് എല്ലാറ്റിനെയും അടിച്ചു തൂറ്റിക്കുന്നു. അപ്പോഴാണ് ഒരു അവിഞ്ഞ ഫ്ലാഷ് ബാക്ക്. കുട്ടിക്കാലത്ത് ശങ്കരനെ അമ്മയെ കൊന്നത് ഇതേ കാളയാണ്. കാളയെ കൊല്ലാനാണ് അവന്റെ പ്ലാൻ. അങ്ങനെ വീണ്ടും അടിച്ചു തൂറ്റിക്കൽ. എന്നിട്ട് ശങ്കരൻ രക്ഷപ്പെടുന്നു. ഫയൽ ട്രാൻസ്ഫർ പകുതി ആയതുകൊണ്ട് ഇടയ്ക്കിടെ കാളയുടെ ഓർമ്മകൾ ശങ്കരന്റെ മണ്ടയിൽ വരികയും ശങ്കരൻ കാളയായി മാറുകയും ചെയ്യുന്നു. അതിന്റെ ഇടയിൽ ശങ്കരനും കാമുകയും കൂടെ ഒരു കുലിക്ക് ഡാൻസ്. എന്നിട്ട് ഒറിജിനൽ കാള കാമുകിയെ തട്ടിക്കൊണ്ടുപോകുന്നു. ഡാൻസ് കഴിഞ്ഞ് കാളയെ പോലീസ് നോക്കിയപ്പോൾ ശങ്കരനായി. ശങ്കരൻ പെട്ടെന്ന് കാളയായി മാറി പോലീസുകാരെല്ലാം അടിച്ചും തൂറ്റിക്കുന്നു. എന്നിട്ട് അവൻ നേരെ കാളയുടെ അടുത്തേക്ക് പോകുന്നു. കാള അവനെ ചെക്ക് ചെയ്യാനായി ശങ്കരനോട് കാളയ്ക്ക് മാത്രം അറിയാവുന്ന പണ്ടത്തെ ലീലാവിലാസങ്ങളും അണ്ടർവെയറിന്റെ കളറുമൊക്കെ ചോദിക്കുന്നു. ഒറ്റ കളർ മാത്രമേ ഉള്ളൂ, എന്നാൽ ഓരോ ആഴ്ചയും നിറം മാറുമെന്ന് ശങ്കരന്റെ ഉത്തരം കേട്ട് നീ എൻ തമ്പിടാ എന്ന് കാള പറയുന്നു. എന്നിട്ട് വലിയ കാളയും ചെറിയ കാളയും പിന്നെ അവന്റെ കാമുകിയും കൂടെ ഒരു കുണ്ടികുലിക്ക് ഐറ്റം സോങ് കഴിഞ്ഞ് അവന്റെ കാമുകി അവനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മുങ്ങുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു പെണ്ണും പിള്ളയെ പോലീസ് ഉപദ്രവിക്കുന്നത് കാണുന്നവൻ അവരുടെ പേര് കേട്ടതും കാളയായിരുന്ന അവൻ ശങ്കരനായി. അതും അവന്റെ മരിച്ചുപോയ അമ്മയുടെ പേരായിരുന്നു. ദേഷ്യം പിടിച്ച് അവൻ പോലീസുകാരെല്ലാം ഇടിച്ചു തൂറ്റിച്ചു. എന്നിട്ട് ശങ്കരനെ അമ്മച്ചിയെ പൊക്കി പിടിച്ച് കാറിൽ പോകുമ്പോൾ പകുതി വെച്ച് കാളയുടെ മെമ്മറി അപ്ഡേറ്റ് ആയി അമ്മച്ചിയെ പിടിച്ച് പുറത്താക്കുന്നു. പക്ഷെ ആ തള്ളച്ചി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കണ്ടു വളർന്നതാണോ എന്തോ കാറിന്റെ പുറകിൽ ചാടി പിടിച്ച് കൂടെ പോകുന്നു. അപ്പോഴേക്കും പോലീസ് എത്തിയ ഒരു ഗൺ ഫൈറ്റ്. അപ്പോഴാണ് ട്വിസ്റ്റ്, കാളയ്ക്ക് ബ്രെയിൻ ട്യൂമർ ഒന്നുമില്ല. ഇതൊക്കെ ശങ്കരനിട്ട പ്ലാൻ ആയിരുന്നു. സത്യം മനസ്സിലായ ബിഗ് ബുള്ള് ശങ്കരനെ നെഞ്ചത്തേക്ക് വെടിവെക്കുന്നു. സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ അവിടെ കഥ തീർന്നു. പക്ഷെ ഇത് ശങ്കരനല്ലേ. ശങ്കരന്റെ അവൻ എണീറ്റ് വരുന്നു. പിന്നെ തൂറ്റിക്കലോട് തൂറ്റിക്കൽ. അതോടെ കാള ഉളയായി സെത്തുപോയി.